ഹായ് ഗൈസ്, ഇക്കൊല്ലത്തെ എൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള മെമ്മറിയും അതുപോലെ തന്നെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സോ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സ്ക്രാപ്പിൻ്റെ ഷോപ്പിലെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ കാക്കനാടുള്ള നമ്മുടെ കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഓട്ടോ ഷോ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ നമ്മുടെ പയ്യാന മ്യൂസിയം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കാണുന്ന ഓട്ടോ ഷോയ്ക്കാണ് കേട്ടോ ഞാൻ വരുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് വണ്ടികൾ എനിക്ക് കാണാനായിട്ട് പറ്റി. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുടെ വണ്ടികൾ അവിടെ നമ്മുടെ എക്സിബിഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, ഞാൻ മെയിനായിട്ട് വന്നത് ഈ കാണുന്ന പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ DFGയിലെ നമ്മുടെ ക്രിസും എല്ലാവരും അവരുടെ ടീം എല്ലാവരും അവിടെ സ്റ്റണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് പൂനെയിൽ നിന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കാർ ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു അവസരം കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബിഗ് താങ്ക്സ് കൊടുക്കുന്നത് DFG സ്റ്റണ്ട് റൈഡിങ് ടീമിലെ നമ്മുടെ ക്രിസിനാണ്. കാരണം പുള്ളിയുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിത് ഈ കാണുന്ന വണ്ടിയിലൊന്ന് കയറി വയ്ക്കാൻ പറ്റിയ കേട്ടോ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു വലിയൊരു മെമ്മറി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്തിരുന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരൊറ്റ കാര്യം മാത്രമാണ്, ദേ ആർ 100% പ്രൊഫഷണൽ. നമ്മൾ ഈ പറമ്പിലിട്ടത് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ അകത്തിരുന്ന് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എനിക്ക് BMW കയറണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ BMW കുറച്ച് നേരം നമ്മൾ നിർത്തിയിട്ടായിരുന്നു. കാരണം വണ്ടി കുറേ നേരിട്ട് ഈ ഡ്രിഫ്റ്റിംഗ് തന്നെ ആയതുകൊണ്ടിട്ട് വണ്ടി ഓവർ ഹീറ്റ് ആയതുകൊണ്ടിട്ട് കുറച്ച് നേരം മാറ്റിയിട്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് എനിക്ക് ബെൻസിൽ കയറാൻ പറ്റിയത്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു മെമ്മറി ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം അത് എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. എനിക്കിത് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിട്ട് ഞാനിത് കാണുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമുക്കിത് ഇങ്ങനെ ഒരു കലാശക്കൊട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയ ആൾക്കാർ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളുടെ എറണാകുളത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള പരിപാടി പൊതുവെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വളരെ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ഉയർന്നു വരുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ അത് അടിച്ചമർത്താനായിട്ട് ഉണ്ടാവും. സോ അത്തരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നമ്മുടെ കൊച്ചി നടത്തിയിട്ട് അത് കാണാനായിട്ട് പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞിട്ട് കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓൺ ദി സ്പോട്ടിൽ തന്നെ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ കേട്ടോ.